വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം കേട്ടോ. ഈ തണ്ടാണെന്നുണ്ടെങ്കിൽ ഈ തണ്ടിനോട് ചേർന്നിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ നമ്മൾ പൊത ഇട്ട് കൊടുക്കരുത്. ജൈവവളം ഉണ്ടല്ലോ, അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിലെ പോഷകഗുണം നഷ്ടപ്പെട്ടു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏത് വളം നമ്മൾ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും മണ്ണിൽ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ ആ വളം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. വലിച്ചെടുത്താൽ ആ ഗുണങ്ങൾ ചെടിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു മെയ് മാസം ലാസ്റ്റൊക്കെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് മാവുകളൊക്കെ നമ്മൾ കായ്ഫലൊക്കെ പറിച്ചെടുത്തതിന് ശേഷം നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഈ മെയ് മാസം ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ നമ്മൾ പ്രൂണിങ്ങിൻ്റെ മുന്നാണോ നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത്? പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ താഴത്ത് വെച്ചിട്ടുള്ള മാവും അതേപോലെ പ്ലാവൊക്കെ ഏകദേശം ഒന്ന് പ്രൂൺ ചെയ്യാൻ അയക്കുന്നത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വളഞ്ഞ് കുത്തിയിട്ടാണ് കമ്പുകളൊക്കെ കിടക്കുന്നുള്ളത്. അപ്പോൾ ഞാനൊരു മെയ് ലാസ്റ്റായിട്ട് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ മാവൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വളർന്നു പോയിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സൂര്യപ്രകാശം തീരെ ഉള്ളോടക്ക് തട്ടാത്ത രൂപത്തിൽ ഇത് വളർന്നു കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി നമ്മളിപ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ മഴ പെയ്തില്ലേ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തൂടെ എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്താ പറയുക, മഴ 2-3 ദിവസം കൊണ്ട് മാറിയാൽ നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ മണ്ണ് ഡ്രൈ ആവും. അപ്പോൾ പിന്നെ പുതിയ ശിഖരങ്ങളൊക്കെ കമ്പിൽ മുളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയ് മാസം ലാസ്റ്റ് വരെ നമുക്കൊന്ന് കാത്തു നിൽക്കാന്നുള്ളത് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ചെയ്തിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാസ്റ്റ് വരെ, മെയ് ലാസ്റ്റ് വരെ, ചില ഒരു മെയ് 20-ന് ശേഷമൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ തൈകൾ നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യുന്നതന്നെയാണ് കേട്ടോ നല്ലത്. അതേപോലെ തന്നെ ഇപ്പം മാവിൽ മാത്രമല്ല, പലരും ഇപ്പോൾ എന്നോട് പേരക്കൻ്റെ ഇതിലൊക്കെ ചോദിക്കുന്നുണ്ട്, മറ്റു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇതിലൊക്കെ. അപ്പോൾ അതിലൊക്കെ ആ ഒരു സമയത്ത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പ്രൂൺ ചെയ്ത് പുതിയ ശിഖരം മുളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുതിയ ശിഖരങ്ങൾ തീർത്ത് വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമ്മൾ പ്രൂൺ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്, അതേപോലെ പ്രൂൺ ചെയ്ത് ശേഷമാണോ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്, അല്ല പ്രൂൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ ശിഖരങ്ങൾ മുളച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ ചെടിക്ക് നല്ല രീതിയിൽ തന്നെ പോഷകങ്ങൾ കിട്ടണം. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തതിൻ്റെ കൂടി തന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വളം, ഇപ്പോൾ ജൈവവളങ്ങളായാലും നമ്മൾ മണ്ണിൽ കൊടുക്കുക. അപ്പോൾ ആ വളങ്ങൾ ചെടി വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും. അത് ഒരു 3 ആഴ്ച, ഒരു മാസത്തിൻ്റെ അടുത്ത് ടൈം എടുക്കും. അപ്പോൾ ചെടിക്ക് പുതിയ ശിഖരങ്ങൾ ചിലപ്പോൾ മുളച്ച് വരാതിരിക്കാം. ആ ഒരു സമയത്ത് മയം കൂടി ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ചീച്ചിൽ വന്നിട്ട് ആ കമ്പ് ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് ചിലപ്പോൾ അസിഡിക് ആവാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളെ ഡ്രമ്മിൽ, ഇപ്പോൾ ഞാൻ വെച്ച പോലെ ഡ്രമ്മിലോ പോട്ടിലോ ഒക്കെ നട്ടവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്താക്കുക, മെയ് ഫസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം ഒന്ന് കുമ്മായ ഡോളോമേറ്റ് ഇട്ട് മണ്ണൊന്ന് ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളം കൊടുക്കുക. ഇപ്പോൾ ആകുമ്പോൾ മഴയും പെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ആയിട്ടുണ്ടാവും, മണ്ണ് ന്യൂട്രൽ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു സമയത്ത് വെച്ചാൽ മെയ് ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് 2ാമത്തെ വീക്കിൽ കിടക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ജൈവ വളങ്ങൾ നമുക്ക് മണ്ണിലിട്ട് കൊടുക്കുക. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചാണകപ്പൊടി, അതേപോലെ നമ്മളെ സൂപ്പർ മീൽ, മൾട്ടിമീൽ, അങ്ങനെ മീലുകൾ ചാണകപ്പൊടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ, അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളങ്ങളോ, ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൂസാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാണകപ്പൊടി എടുക്കുക. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ കാണിച്ചൊരു മാവുണ്ടല്ലോ, ആ ഗ്രീൻ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള, അപ്പോൾ അതിലേക്കാണെന്നുണ്ടെങ്കിൽ 1 കിലോൻ്റെ അടുത്ത് നമ്മൾ ചാണകപ്പൊടി എടുക്കുക. അതേപോലെ തന്നെ ഒരു 300 ഗ്രാം കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, അതേപോലെ നമ്മൾ വേപ്പിപ്പിണ്ണാക്ക് പൊടിച്ചത്, എല്ലുപൊടി, ഇനിയിപ്പോൾ തേങ്ങാ പിണ്ണാക്ക് പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്, ഇനി മറ്റ് കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ആഴ്ചയിൽ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് 2ാമത്തെ ആഴ്ചയിലേക്ക് വരും. മെയ് ഒരു പകുതിക്ക് ആവുന്ന സമയത്ത് നമുക്ക് അടിയോളായിട്ട് ഇട്ട് കൊടുക്കുക, നല്ല പൊതട്ട് കൊടുക്കുക, ഡെയിലി നനച്ച് കൊടുക്കുക.
എന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം മെയ് ലാസ്റ്റിലേക്കായിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ എന്താ നമ്മൾ പ്രൂൺ ചെയ്താൽ പിറ്റത്തെ ആഴ്ച ആകുമ്പോൾ തന്നെ ചെടിക്ക് കറക്റ്റായിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്ത വളങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ടോ. അപ്പം ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് നല്ല പുതട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ അതിന് വളങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഇന്ന് വളം കൊടുത്തിട്ട് മെയ് ലാസ്റ്റായിട്ട് പ്രൂൺ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് നമ്മളെ ബൂസ്റ്റിംഗ് റൂട്ട്സ് ആണ് കേട്ടോ. അച്ഛൻ ഓർഗാനിക് NPK വളം. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യഘട്ടങ്ങളിലും ഇതേപോലെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളമാണ് കേട്ടോ. എല്ലാ വളർച്ചാഘട്ടത്തിലും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാനിന്ന് എൻ്റെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പുതട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിതിലേക്ക് വളമിട്ട് കൊടുത്താൽ മതി. വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിത് നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടിക്ക് കിട്ടേണ്ട പോഷകങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഈ വളം ഞാനിപ്പോൾ എടുക്കുന്നത്, ഇപ്പോൾ ഈ വളത്തിൻ്റെ പ്രത്യേകത ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ പച്ചിലകൾ, അതേപോലെ തന്നെ ചാണകം, ആട്ടും കാഷ്ടം, അതേപോലെ നമ്മൾ അരിഷ്ടമുണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റ്, ഇതെല്ലാം കൂടി കമ്പോസ്റ്റ് ചെയ്തിട്ട് വരുന്നൊരു വളമാണ് കേട്ടോ. ഇത് ഓർഗാനിക് NPK വളമാണ്. ഇതിപ്പോൾ 2 കിലോൻ്റെ ബാഗാണ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. അപ്പോൾ ഇത് നമ്മളെ ഒട്ടുമിക്ക വളക്കടയിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ 2 കിലോൻ്റെ ബാഗിന് എത്ര 130 ഉറുപ്പിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ട് കൊടുക്കുന്നത് ഒരു 3/4 കിലോൻ്റെ അടുത്ത് മാത്രമേ ഇട്ടു. ഇതിപ്പോൾ 2 കിലോൻ്റെ ബാഗാണ്. അപ്പോൾ 3/4 കിലോൻ്റെ അടുത്ത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് നമ്മളൊരു കാരണവശാലും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തണ്ടിൽ നിന്ന് വിട്ടിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം കേട്ടോ. ഈ തണ്ടാണെന്നുണ്ടെങ്കിൽ ഈ തണ്ടിനോട് ചേർന്നിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കരുത്, കുമ്മ ഇട്ട് കൊടുക്കരുത്. ഒന്നും നമ്മൾ ഈ തണ്ടിനോട് ചേർന്നിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ വിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണിലൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ആ തന്നെ ഇട്ട് കൊടുക്കുക. കരിയിലും ഇതൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല നനച്ച് കൊടുക്കുക. ഇങ്ങനെ പുതട്ട് നനച്ച് കൊടുക്കുന്നതിൻ്റെ കാരണവും തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെ വെയിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട്, ഇപ്പോൾ ഈ തണ്ടും മണ്ണും കൂടുന്ന ഇവിടെ വെയിൽ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. വേരുകൾക്ക് സ്ട്രെസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവവളം ഉണ്ടല്ലോ, അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിലെ പോഷകഗുണം നഷ്ടപ്പെട്ടു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏത് വളം നമ്മൾ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും മണ്ണിൽ ഈർപ്പുണ്ടെങ്കിലും മാത്രമേ ആ വളം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. വലിച്ചെടുത്താൽ ആ ഗുണങ്ങൾ ചെടിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നട്ടിട്ട് നമ്മളെ മെയ് ലാസ്റ്റിലേക്ക് കാത്തു നിൽക്കുക, പ്രൂൺ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇതേപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കുക. അതിനുശേഷം മെയ് ലാസ്റ്റ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്